അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറെ പ്രിയങ്കരായിട്ടുള്ള മുക്കം മുനിസിപ്പൽ MSFൻ്റെ സഹപ്രവർത്തകർ, സാധാരണ നടന്നു വരാറുള്ള ഒരു പരിപാടിയുടെ തുടർച്ചയാണ് ഇന്ന് നടക്കുന്നത് എന്നത് അറിയാൻ കഴിഞ്ഞു. 3 മണിയായിരുന്നു പറഞ്ഞിരുന്ന സമയം. പക്ഷേ ചില പ്രയാസങ്ങൾ കാരണം ആ ഒരു സമയം ഓൺലൈനിൽ വരാൻ പറ്റാത്തതിൽ ആദ്യമേ ക്ഷമ ചോദിക്കുകയാണ്. ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് എടുത്ത മുക്കം മുനിസിപ്പൽ MSF കമ്മിറ്റിയെ അഭിവാദ്യം ചെയ്യണം. കോവിഡ് കാലത്തൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിൽ മുസ്ലിം ലീഗ് പാർട്ടിയെക്കുറിച്ച് പഠിക്കാനും അതുപോലെ വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ചർച്ചകൾ നടത്താനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനൊക്കെ ഇത്തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നു. അത് കോവിഡ് കാലത്തിന് ശേഷവും ഇങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നടത്തുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. വലിയ സമയമെടുക്കാതെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്നിൽ അർപ്പിതമായിട്ടുള്ള വിഷയത്തെ അഡ്രസ്സ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെയാണ് നമ്മളിന്ന് ചർച്ചക്കെടുത്തിട്ടുള്ളത്. MSFകാരൻ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് രാജ്യത്തെ കറണ്ട് ഇഷ്യൂകളെ, ആനുകാലികമായ വിഷയങ്ങളെ, സംഭവ വികാസങ്ങളെ മനസ്സിലാക്കുകയും അതിൻ്റെ ശരിതെറ്റുകളിലേക്ക് ആഴ്ന്നിറങ്ങി അതിൻ്റെ യാഥാർത്ഥ്യ ബോധങ്ങളിലേക്ക് സഞ്ചരിച്ച് കൃത്യമായ ധാരണയുണ്ടാക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. ആ അർത്ഥത്തിൽ രാജ്യത്തെ ബാധിക്കുന്ന, രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന, പുതിയ തലമുറയെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളെയൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും ആ വിഷയങ്ങളിൽ കൃത്യമായ നിലപാട്, ക്ലാരിറ്റി ഉണ്ടാവുകയും അത് നമ്മുടെയൊക്കെ സംഘടനാ പ്രവർത്തനങ്ങളിലും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി അതുമായി കണക്റ്റഡ് ആവുകയും ചെയ്യുക എന്നത് നിർബന്ധമായും ഉണ്ടാവേണ്ട കാര്യമാണ്. ഇന്ന് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘ് പരിവാർ ആശയത്തിൻ്റെ കീഴിലുള്ള ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഈ രാജ്യത്തെ സകല മേഖലകളിലും, നിഖില മേഖലകളിലും RSSൻ്റേതായ ആശയ സംഹിതകളെ, അവരുടെ അജണ്ടകളെ കൃത്യമായി 1 by 1 ആയിട്ട് നടപ്പിലാക്കാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ്. അതിനപ്പുറത്തേക്കൊരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നില്ല. അത്തരം കരുതലുകളോ അല്ലെങ്കിൽ അത്തരം ചിന്തകളോ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അതിനെ മാറ്റി വെക്കേണ്ടതാണ്. ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് സംഘ് പരിവാറാണ് എന്നത് ഉൾക്കൊള്ളുക എന്നതാണ്. ആ സംഘ് പരിവാറിൻ്റെ ആശയങ്ങളെ, അവരുടെ അജണ്ടകളെ തന്നെയാണ് രാജ്യത്തെ ഗവൺമെൻറ് നടപ്പിലാക്കാൻ ശ്രമിക്കുക. RSSനെ ആശയപരമായി എതിർക്കപ്പെടേണ്ടതാണ് എന്നും രാജ്യത്തിൻ്റെ ചരിത്രപരമായി രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എതിർക്കപ്പെടേണ്ടതാണ് എന്നും കൃത്യമായി ബോധ്യമുള്ള ആളുകളാണ് കേരളത്തിലെ, രാജ്യത്തൊന്നടങ്കയും അതുപോലെ തന്നെ വിശിഷ്യ കേരളത്തിലെയും ജനാധിപത്യ വിശ്വാസികൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിൽ വിവിധങ്ങളായ ആശയങ്ങളുള്ള സംഘടനകളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യം ഭരിക്കുന്നത് RSS ആണെങ്കിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്. 2 ധ്രുവങ്ങളിലായുള്ള ആശയങ്ങളാണ്, അല്ലെങ്കിൽ ആ ആശയങ്ങളുടെ പിൻബലത്തിലുള്ള ഗവൺമെൻറ്റുകളാണ് കേരളത്തിലും രാജ്യത്തുമുള്ളത്. ഒരു കാരണവശാലും ഒരുമിക്കാൻ സാധ്യതയില്ലാത്ത ഇരു ധ്രുവങ്ങളിലുള്ള 2 ആശയങ്ങൾ തമ്മിൽ എപ്പോഴും വാഗ്വാദവും ഡിബേറ്റും നടക്കേണ്ടിടത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്
ഇടത് എന്ന വ്യാജേന, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുമെങ്കിൽ പോലും ഇടതെന്ന വ്യാജേന ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായി RSSൻ്റെ പോലെ തന്നെ വലതുപക്ഷ നയം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്, പേരിനെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷം എന്ന ഒരു പ്ലാറ്റ്ഫോമിനകത്ത് നിന്നുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം ആശയങ്ങളെ നഖശികാന്തം എതിർക്കേണ്ടിടത്ത് ആ ആശയങ്ങളെ വാരി പുണരുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് PM ശ്രീ പദ്ധതി കേരളത്തിൽ സൈൻ ചെയ്തതോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു പുകമറയാണ്. ഒറ്റ നോട്ടത്തിൽ PM ശ്രീ എന്താണ് എന്ന് ആരെങ്കിലും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു പുറംചട്ടയുണ്ട്. ആ പുറംചട്ട പട്ടിൽ പൊതിഞ്ഞതാണ്. ആ പുറംചട്ട ഒറ്റ നോട്ടത്തിൽ കാണുന്ന സമയത്ത്, മനസ്സിലാക്കുന്ന സമയത്ത്, അത് ഈ രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ, അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഗുണമുള്ളതാണ് എന്ന് തോന്നുമാറ് അതിൻ്റെ പുറംചട്ട മോടി പിടിപ്പിച്ച് അവതരിപ്പിക്കുകയും നമുക്കൊക്കെ മുമ്പിലേക്ക് വെക്കുകയും, എന്നാൽ ആ PM ശ്രീയിലൂടെ ഹിഡനായിട്ട്, ഒളി അജണ്ടയായിട്ട് അവരുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എക്സിക്യൂട്ട് ചെയ്യാൻ, നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റും. ഒറ്റ നോട്ടത്തിൽ ആളുകൾ, ജനങ്ങൾ, വിദ്യാർത്ഥികൾ, റിസർച്ച് ചെയ്യുന്ന ആളുകൾ, രാഷ്ട്രീയ മേഖലകളിലുള്ള, ബിസിനസ് മേഖലകളിലുള്ള, സകല മേഖലകളിലുള്ള ആളുകൾക്കിടയിലേക്ക് PM ശ്രീ എന്ന് പറയുന്നത് രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവിക്കനുസരിച്ച്, അവരുടെ ഡ്രീമിനനുസരിച്ച്, അവരുടെ കോൺസെപ്റ്റുകൾക്ക് കൂടെ നിന്ന് അവരുടേതായ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വേണ്ടിയാണ് എന്ന് പറയുകയും പിൻവാതിലിലൂടെ ഇതൊന്നും അറിയാതെ അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ പിൻവാതിലിലൂടെ കൃത്യമായ സംഘപരിവാറിൻ്റെ ആശയത്തെ നമ്മൾ പോലും ആഗ്രഹിക്കാതെ നമ്മുടെ ഉള്ളിലേക്ക്, പുതിയ തലമുറയിലേക്ക് ഇൻജക്റ്റ് ചെയ്തു കൊടുക്കാനാണ് ഈ പദ്ധതിയിലൂടെ ശ്രമിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നോക്കൂ നിങ്ങൾ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ അവരുടേതായ സ്വത്വം പേറുന്നുണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്. കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക, രാഷ്ട്രീയ, കൾച്ചറൽ ചരിത്രം എടുത്തു പരിശോധിക്കുമ്പോൾ ആ ചരിത്രം അല്ലെങ്കിൽ ആ പൈതൃകം പേറുന്ന ആളുകളെന്നാൽ അതിനെ സഹിഷ്ണുതയോടെ, സന്തോഷത്തോടെ ഉൾക്കൊള്ളലിൻ്റെ മാതൃക സ്വീകരിച്ച ആളുകൾ എന്ന നിലക്ക് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിൻ്റെ പൈതൃകവും പഠിക്കാനും പുതിയ തലമുറക്ക് അതനുസരിച്ച് വളരാനുമുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് കേരളത്തിൻ്റെത് മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിലെ ജനങ്ങളും അതുപോലെ തന്നെ അവരുടേതായ സംസ്ഥാനങ്ങളുടെ അവരുടെ പൈതൃകത്തെ അതൊരു അഭിമാനബോധമായി കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അവിടങ്ങളിലുള്ള പുതിയ തലമുറയിലേക്കും ഏകീകൃതമായ ഒരു ആശയത്തെ കുത്തിവെക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ നഖശികാന്തം എതിർക്കപ്പെടേണ്ടതാണ്. അതിനുള്ള സാഹചര്യമാണ് നിലവിൽ ഇവിടെ സംജാതമായിട്ടുള്ളത്. ഈ PM ശ്രീ പദ്ധതിയെ, അതിൻ്റെ പിറകിലുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ ദീർഘവീക്ഷണത്തോടുകൂടെ എതിർക്കുന്ന ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട്. ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അതുപോലെ തന്നെ ഒരു സംസ്ഥാനമാണ് ബംഗാൾ. സ്റ്റേറ്റിൻ്റെ ഫെഡറലിസത്തെ, രാജ്യത്തിൻ്റെ ഫെഡറലിസത്തെ, സ്റ്റേറ്റിൻ്റെ പരമാധികാരത്തെ, സ്വതന്ത്രമായ ഇടപെടലുകളെ കടക്കൽ കത്തിവെക്കുന്ന ഒരു രീതിയായിട്ട്, ഒരു അവസരമായിട്ട് ഇതിനെ മാറ്റാൻ, ഇത് നടപ്പിലാക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇതിൽ സൈൻ ചെയ്യുന്നതിലൂടെ മാറ്റാൻ സാധിക്കും.
അപ്പോൾ ചെറുത്തുനിൽപ്പിൻ്റെ പ്രതിരോധത്തിൻ്റെ സാധ്യതകളെ ആദ്യം തന്നെ ഇല്ലാതാക്കുകയാണ്. അതാണ് ഈ സൈൻ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ കരുതുന്നുണ്ടോ RSS, അതിൻ്റെ രാഷ്ട്രീയ രൂപമായ BJP അവരുടെ ആശയങ്ങളെയൊന്നും പുതിയ തലമുറയിലേക്ക് ഇൻജക്റ്റ് ചെയ്യില്ല എന്ന്? ഏതൊരു പദ്ധതി കൊണ്ടുവരുമ്പോഴും അത് എഡ്യൂക്കേഷൻ സൈഡിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ പിറകിൽ കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ്. വളരെ നിഷ്കളങ്കരമായി, നിസ്വാർത്ഥമായി, സ്വാർത്ഥതയില്ലാതെ, ഇതര താല്പര്യങ്ങളില്ലാതെ ഈ രാജ്യത്തിൻ്റെ വികസനം എന്ന ഒരു അടിസ്ഥാന ബേസിക് മാത്രമായിട്ട് ഒരു പദ്ധതിയും ഈ രാജ്യത്ത് RSSും BJPയും നടപ്പിലാക്കില്ല എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടാകണം. അവരേത് പദ്ധതി കൊണ്ടുവരുന്ന സമയത്തും അതൊരു ഹിഡൻ അജണ്ടയുടെ പാർട്ട് തന്നെയാണ്, ഭാഗം തന്നെയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുമ്പോൾ RSSൻ്റെ ആശയങ്ങളെയാണ് ഈ രാജ്യത്തിൻ്റെ പുതിയ തലമുറയിലേക്ക് ഇനി ഒരു പതിറ്റാണ്ട്, അരപതിറ്റാണ്ട് ഇനിയും മുന്നോട്ട് നടക്കേണ്ട ഒരു കാലത്ത് ഈ രാജ്യത്തെ നയിക്കേണ്ട, ഈ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കാരണമാകേണ്ട ഒരു തലമുറയിലേക്ക് കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന സത്യങ്ങളെയും ചരിത്രങ്ങളെയും മറച്ചുപിടിച്ച് അവരുടേതായ ചരിത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ഇതായിരുന്നു, ഈ രാജ്യം ഇങ്ങനെയായിരുന്നു എന്ന് വ്യാജം തുടക്കം മുതലേ, വിദ്യാർത്ഥികളുടെ തുടക്കം മുതലേ അവരിലേക്ക് ഔദ്യോഗിക സംവിധാനത്തിലൂടെ അവരെ പറഞ്ഞു മനസ്സിലാക്കി അവരുടെ ഉള്ളിലേക്ക് വെക്കുക എന്ന ഗൂഢമായ ലക്ഷ്യമാണ് ഈ PM ശ്രീ പദ്ധതിയിലൂടെ അവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലായിടത്തും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഉദാഹരണമായിട്ട് RSS ഭരിക്കുന്ന കാലത്ത് RSSൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ, കരിക്കുലത്തിൽ RSSുകാർ ഒരു തലമുറയിലേക്ക് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിന് കൊല്ലപ്പെട്ടതാണ് എന്ന് പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാകില്ല, ഒരിക്കലും ഉണ്ടാകില്ല. അവിടെ പുതിയ തലമുറയിലേക്ക് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് മരിച്ചു എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടും. അവിടെയാണ് ഇതിൻ്റെ അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ പൊലിഞ്ഞ ഒരു മനുഷ്യൻ ഈ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ, ഈ രാജ്യത്തിൻ്റെ സാംസ്കാരിക തനിമയെ, ഈ രാജ്യത്തിൻ്റെ സുഗന്ധത്തെ ഒറ്റ പേരിലൂടെ വിശദീകരിക്കാൻ പറഞ്ഞാൽ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ വെക്കുന്ന പേരാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. ഇന്ത്യ എന്താണ് എന്ന് ലോകത്തെ പുതിയ തലമുറ പഠിക്കുന്ന സമയത്ത് നമ്മൾ മഹാത്മാഗാന്ധിയെ മുമ്പിൽ നിർത്തി ഇതാണ് ഇന്ത്യ എന്ന് പറയാൻ പറ്റും. ഏറ്റവും മനോഹരമായി, ലളിതമായി, സംശയമില്ലാതെ, സ്ട്രെസ്സില്ലാതെ, സുന്ദരമായി ഈ രാജ്യത്തെ മനസ്സിലാക്കി വെച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണമാണ്. ആ ഗാന്ധി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഒരു മനുഷ്യൻ, ഈ രാജ്യത്തെ വൈവിധ്യത്തെ ഉൾക്കൊണ്ട സൗഹൃദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ പ്രതീകമായ ഒരു മനുഷ്യനെ ആ ഗാന്ധിജിയുടെ ആശയത്തിന് വിരുദ്ധമായ ഒരാശയം കൊല ചെയ്യപ്പെട്ടപ്പോൾ പുതിയ തലമുറയിലേക്ക് ഗാന്ധിജി കൊല്ലപ്പെട്ടതാണ് എന്ന് സംഘപരിവാർ പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ അത് തെറ്റാണ്. ഒരിക്കലും അങ്ങനെ കരുതാൻ കഴിയില്ല. അവിടെയാണ് അതിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ഗാന്ധിജി കൊല്ലപ്പെട്ടതാണെന്ന് ഞങ്ങൾ പറയാൻ ഒരുക്കമല്ല. ഗാന്ധിജി മരിച്ചതാണ്, അവിടെ തീർന്നു. കൊല്ലപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഒരു തലമുറ പഠിക്കുന്ന സമയത്ത് എന്തിനു കൊല്ലപ്പെട്ടു, ആരിനാൽ കൊല്ലപ്പെട്ടു
എന്തിനാൽ കൊല്ലപ്പെട്ടു എന്ന ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾ വരാതിരിക്കാനാണ് ഗാന്ധിജി മരിച്ചു എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇവർ ശ്രമിക്കുന്നത്. ആ ശ്രമങ്ങളുടെ ഭാഗമാകാൻ നമുക്ക് സാധ്യമല്ല. ആ ശ്രമങ്ങളെ, ആ അജണ്ടയെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് അനിവാര്യമാണ്. കോട്ട കെട്ടി പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണ്. അതാണ് ഈ വിവാദങ്ങളിലൂടെ, ഈ വിഷയങ്ങളിലൂടെ ഇതിൻ്റെ തുടക്കം മുതലേ ദേശീയ വിദ്യാഭ്യാസ നയത്തെ, സംഘപരിവാറിൻ്റെ വിദ്യാഭ്യാസ നയത്തെ, കാവ്യവൽക്കരണത്തെ എതിർക്കണമെന്ന് ഈ രാജ്യത്തെ മതേതര സംവിധാനത്തിനകത്തുള്ള എല്ലാവരും പറയുന്നത്. അതിൽ ഈ രാജ്യത്തെ ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിനകത്തുള്ള ആളുകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. കേവലം കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ. അതിൻ്റെ ഉദാഹരണമാണ് കേരളത്തിൽ ഇത് നടപ്പിലാക്കിയ സമയത്ത്, ഇതിൻ്റെ സിഗ്നേച്ചർ ചെയ്ത സമയത്ത് ഈ മന്ത്രിസഭയിലെ CPI എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ദേശീയ നയമായി തന്നെ കാവ്യവൽക്കരണത്തെ, വിദ്യാഭ്യാസത്തിലെ കാവ്യവൽക്കരണത്തെ എതിർക്കുന്നത് ഞങ്ങളുടെ നിലപാടാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ തീരുമാനത്തെ, ആ തീരുമാനത്തോട് അവർ കലഹിക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. അത്യന്തം ഗൗരവമായ ഒരു വിഷയത്തെ പിന്നെന്തിനാണ് കേരളത്തിൽ ഈ ഗവൺമെൻറ് ഗ്രീൻ സിഗ്നൽ കാണിച്ചത് എന്നതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കും നമ്മൾ പോകേണ്ടതുണ്ട്. NEP എന്ന് പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയം കേവലം ഒരു അക്കാഡമിക് പരിഷ്കാരം എന്നതിലുപരി ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ സമഗ്രമായ വിവരശേഖരണം കൂടി ലക്ഷ്യമിടുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് വൺ നേഷൻ വൺ സ്റ്റുഡൻറ് ID എന്നറിയപ്പെടുന്ന ആധാർ ID. ഇതിൻ്റെ ഡാറ്റ സെൻട്രൽ ഗവൺമെൻറ് താല്പര്യപ്പെടുന്നു. അതിനെതിരെ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ച സ്റ്റേറ്റുകളുണ്ട്. കേരളം ഇത് ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ സ്വീകരിച്ച നയം ഇത് ഫെഡറലിസത്തെയും ഡാറ്റാ പരമാധികാരത്തെയും കുറിച്ചുള്ള സുപ്രധാന ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. വളരെ ദൃഢമായി ഇതുമായി ബന്ധപ്പെട്ട് നിലപാടെടുത്തത് തമിഴ്നാട് ഗവൺമെൻറ്റാണ്. അപ്പം ആ നിലപാടുകളെയെല്ലാം വിഴുങ്ങുന്ന തരത്തിലേക്ക് ഈ ഗവൺമെൻറ് മാറുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ മുഖത്തു നോക്കി വിരൽ ചൂണ്ടാനും ശബ്ദമുയർത്താനും ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ തയ്യാറാകേണ്ടതുണ്ട്, തെരുവിൽ തന്നെ നേരിടേണ്ടതുണ്ട് എന്ന ഗൗരവം പ്രിയപ്പെട്ട MSFകാരെ നിങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട്. ഇത്രയും കാലം നമ്മൾ പഠിച്ചു വച്ചിരുന്ന ഒരു ചരിത്രമില്ലേ? ഞാനും നിങ്ങളും സ്കൂളുകളിൽ പോയി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ഒരുപാട് മഹാരഥന്മാരായ, രക്തസാക്ഷികളായ, കഷ്ടപ്പെട്ട, ത്യാഗമനുഭവിച്ച, പ്രയാസമനുഭവിച്ച ഈ രാജ്യത്തിൻ്റെ ഒരുപാട് ആളുകൾ, അവരെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെയാണോ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഈ രാജ്യത്തെ നമ്മൾ സ്വതന്ത്രമാക്കിയത്? അല്ല. ഒരുപാട് ആളുകളുടെ ജീവൻ കൊടുത്തിട്ടാണ്, ഒരുപാട് ആളുകളുടെ സമയം കൊടുത്തിട്ടാണ്, ഒരുപാട് ആളുകളുടെ സമ്പത്ത് കൊടുത്തിട്ടാണ്. അവരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ്. ഈ രാജ്യത്തിൻ്റെ സൗന്ദര്യത്തെ നിലനിർത്താൻ വേണ്ടി ജീവൻ വരെ കൊടുത്ത് ഈ രാജ്യത്തിന് വേണ്ടി മരണപ്പെട്ട മഹാരഥന്മാരായ ആളുകൾ, നമ്മുടെ പൂർവികർ. ഇന്ത്യ എന്ന് പറയുന്ന വികാരത്തിൻ്റെ പുറത്താണ്. അവരെയെല്ലാം പുതിയ വിദ്യാഭ്യാസ കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഈ RSSകാരൻ്റെ, സംഘപരിവാറിൻ്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിൽ അവരെ പടിക്ക് പുറത്തായിരിക്കും. ഈ രാജ്യത്തിന് അഭിമാനമാകേണ്ട പുതിയ തലമുറയിലേക്ക് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ യഥാർത്ഥ പങ്കാളികളായ ആളുകളെ വിസ്മരിച്ച് വ്യാജം കടത്തി RSSകാരായിരുന്നു. അവരുടെ ആശയമായ ദേശീയതയായിരുന്നു, അവരുടെ ആശയമായ ദേശീയതയായിരുന്നു, അവരുടെ പങ്ക് കൊണ്ടാണ് രാജ്യം സ്വതന്ത്രമായത് എന്ന് ചിത്രീകരണത്തിലേക്ക് നമുക്കെങ്ങനെയാണ് യോജിക്കാൻ കഴിയുക? നമുക്കെങ്ങനെയാണ് അതിനോട് പ്രതികരിക്കാൻ കഴിയുന്നത്? തീർന്നില്ല. ഓരോ സംസ്ഥാനങ്ങളും നിങ്ങൾ നോക്ക്. രാജ്യത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കാശ്മീർ മുതൽ ഏറ്റവും എൻഡിൽ നിൽക്കുന്ന കേരളം വരെ
വൈവിധ്യങ്ങളുടെ കലവറയാണ്. വ്യത്യസ്തതകളുടെ സൗന്ദര്യത്തിൻ്റെ ആ കലവറയെ അവരുടേതായ അതത് സംസ്ഥാനങ്ങളുടെ തനതായ സംസ്കാരത്തെയും പൈതൃകത്തെയും കൾച്ചറിനെയും പാടേ മറികടക്കുന്ന, പാടേ അരികുവൽക്കരിക്കുന്ന ഒരു സമീപനം ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന് ഏകീകൃതമായ ആശയത്തിലേക്ക് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എന്ന് പറഞ്ഞ വൈവിധ്യങ്ങളിൽ നിന്ന് മാറി ഒന്നിലേക്ക് ചുരുക്കാൻ RSSൻ്റെ ഈ വിദ്യാഭ്യാസ നയം കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. നഖശിഖാന്തം ഇതിനെ നമ്മൾ എതിർക്കപ്പെടേണ്ടതുണ്ട്. ഇതിനെതിരെ നമ്മൾ വോയിസ് ഉയർത്തേണ്ടതുണ്ട്. അവിടെയാണ് എന്തുകൊണ്ട് PM ശ്രീയെ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ, PM ശ്രീ പദ്ധതിയിലൂടെ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഇതിൻ്റെ സിസ്റ്റം വഴി കേരളത്തിലടക്കമുള്ള സ്കൂളുകളിൽ ഇൻഫ്രാസ്ട്രക്ചർ വളർച്ചയുണ്ടാകും, പുരോഗതിയുണ്ടാകും, അടിസ്ഥാന മേഖലകളിൽ സൗകര്യങ്ങളുണ്ടാകും, പുതിയ ടെക്നോളജിയെ ഒരുപക്ഷെ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോഴും അതൊക്കെ ചെയ്യണമെങ്കിൽ ഞങ്ങൾ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല എന്ന് സംശയമില്ലാതെ പ്രഖ്യാപിക്കാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ രാജ്യത്തിൻ്റെ പുതിയ തലമുറയെ വെച്ച് പന്താടാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്തെ പുതിയ തലമുറ തന്നെയാണ് അതിനോട് കലഹിക്കേണ്ടതും എതിരിടേണ്ടതും. അതേറ്റവും ചെറിയ ശബ്ദമാണെങ്കിൽ പോലും ഞങ്ങൾ ഈ NEPക്ക് ഞങ്ങളെതിരാണെന്ന് ഒരു സംശയമില്ലാതെ ഉറക്കെ പറയാൻ നമുക്ക് കഴിയുന്നിടത്താണ് നമ്മളുടെ ദൗത്യം നമ്മൾ നിർവഹിക്കപ്പെടുന്നത്. രാജ്യത്തെ ഭരണകൂടങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം തിരുവാക്കേറുവായില്ലാതെ സ്വീകരിച്ചുകൊണ്ട് അടിയൻ തമ്പ്രാനുള്ള രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകില്ല, ഈ രാജ്യത്തിനത് വളർച്ചയുണ്ടാകില്ല. മറിച്ച് തെറ്റായ തീരുമാനങ്ങളും തെറ്റായ ആശയങ്ങളും നമുക്കുമേൽ നമ്മൾ പോലും അറിയാതെ അടിച്ചേൽപ്പിക്കാൻ ഈ രാജ്യത്തെ ഭരണകൂടം ശ്രമിക്കുന്ന സമയത്ത് ആ ഭരണകൂടത്തിന് കൈ കൊടുത്ത്, ആ ഭരണകൂടത്തിന് കൂടെ നിന്ന് മറ്റൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൻ്റെ കൂടെ നിന്ന് അതിന് കൈ കൊടുത്തത് വളർത്താൻ, അതിൻ്റെ അവസരമുണ്ടാക്കി കൊടുക്കാൻ, അതിന് പരവതാനി വിരിക്കുന്നുണ്ട് എങ്കിൽ അതിനെയും നഖശിഖാന്തം എതിർക്കപ്പെടേണ്ടത്, ഏറ്റവും ആദ്യം അതിന് മുന്നിൽ നിൽക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ വിദ്യാർത്ഥികളാണ്. ഈ രാജ്യത്തെ വിദ്യാർത്ഥി നേതാക്കളാണ്, പ്രവർത്തകരാണ്. അതിൽ തർക്കമില്ലാതെ ഇതിനോട് കലഹിക്കാൻ പ്രിയപ്പെട്ട മുക്കം മുനിസിപ്പൽ MSFൻ്റെ പ്രവർത്തകന്മാർ തയ്യാറാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇന്ന് വരെ ഇതുപോലെയുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പിൽ വിയോജിപ്പുകൾ ഉണ്ടാകാം. ആ വിയോജിപ്പുകൾ അപ്പുറത്തേക്ക് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തെ 3.5 കോടി വരുന്ന ജനതയുടെ താല്പര്യത്തെയാണോ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് നടപ്പിലാക്കാൻ ശ്രമിച്ചത്? അല്ല. നിങ്ങൾ നോക്കൂ, പിണറായി ഗവൺമെൻറ്റിന് ഇതിൻ്റെ തുടക്കം മുതലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോർ പോയിന്റ് ഉണ്ട്. ആ കോർ പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആണെങ്കിലും, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും പിണറായി ഗവൺമെൻറ് കഴിഞ്ഞ 9 വർഷക്കാലയളവിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാറിൻ്റെ ആശയത്തെയാണ്. അതിൻ്റെ ആശയത്തിന് പരവതാനി വിരിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടല്ലേ ഈ മന്ത്രിസഭയുടെ LDF ഒന്നു പേരിട്ട് വിളിക്കുന്ന ഈ മന്ത്രിസഭയുടെ, ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രബല കക്ഷിയായ രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാരടക്കം അവർ പോലും അറിയാതെ ആ മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ, മന്ത്രിസഭ എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ ഗവൺമെൻറ്റിനെ ലീഡ് ചെയ്യുന്ന മന്ത്രിസഭയുടെയും ആ ഗവൺമെൻറ്റിനെ ലീഡ് ചെയ്യുന്ന മുന്നണിയുടെയും പാർട്ടിയുടെയും ഏറ്റവും പരമപ്രധാനമായ ആശയത്തിനനുസരിച്ചിട്ടാണല്ലോ തീരുമാനം ഉണ്ടാവുക. ആ തീരുമാനമാണോ ഇവിടെ നടന്നത്? ഒരിക്കലുമല്ല.
അതുകൊണ്ടാണ് CPIയുടെ മന്ത്രിമാർ എതിർക്കുന്നത്. മന്ത്രിമാരറിയാതെ കഴിഞ്ഞ 2 മന്ത്രിസഭാ യോഗത്തിലും ചർച്ചയ്ക്ക് വെച്ചപ്പോഴും തീരുമാനമാകാതെ മുന്നണി യോഗത്തിൽ നയപരമായി ഉള്ളതുകൊണ്ട് മാറ്റിവെച്ച ഒരു അജണ്ടയാണ് ഒരു സുപ്രഭാതത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഒരു മടിയും കൂടാതെ പിണറായി വിജയൻ്റെ മൗനാനുവാദത്തോടെ അല്ലെങ്കിൽ താക്കീതോടെ ഒപ്പിട്ട് കൊടുത്തത് എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട വിഷയമാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് CPI മന്ത്രിസഭയുടെ ഭാഗമായ അവർ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. ആ പ്രതികരണം തന്നെയാണ്, അതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോടെയാണ് നമ്മളും പ്രതികരിക്കേണ്ടത്. കഴിഞ്ഞ ഒക്ടോബർ 10 കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയെ പോയി കണ്ടു. ഒക്ടോബർ 22 മന്ത്രിസഭാ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ മന്ത്രിമാർ PM ശ്രീ ഒപ്പിടരുതെന്ന് സംശയമില്ലാതെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ നിലപാട് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോഴും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഇതുമായി ഒന്നും പറയാതെ മൗനം ഭജിച്ചു. ആരെയാണ് ഇവർ വിഡ്ഢികളാക്കുന്നത്? നോക്കൂ നിങ്ങൾ, ഞാനും നിങ്ങളും ഉൾപ്പെടെ എനിക്ക് ശേഷവും നമുക്ക് ശേഷവും വരുന്ന ഒരു തലമുറയെ ബാധിക്കുന്ന, ആ സമയത്ത് തന്നെ ഈ സ്റ്റേറ്റിനെ ബാധിക്കുന്ന ഗൗരവമായ ഒരു വിഷയത്തിൽ ആശയപരമായി ഒരു കാരണവശാലും യോജിക്കാത്ത മറ്റൊരു ധ്രുവത്തിലായ ഒരു സംഘടനയുടെ, ഒരു മുന്നണിയുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകൾ സംഘപരിവാറിന് വേണ്ടി അവസരമൊരുക്കിയിട്ടുണ്ട് എങ്കിൽ അതിന് കൃത്യമായ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യമെന്ന് പറയുന്നത് ഈ കേരളത്തിലെ ജനതയെ സുരക്ഷിതരാക്കുക എന്നതല്ല, മറിച്ച് അവരുടേതായ താല്പര്യമാണ്, സ്വതാല്പര്യമാണ്. ആ സ്വതാല്പര്യത്തിനടുത്ത് ആ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് ഇന്ന് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും പരമപ്രധാനമായ ബോഡി പോളിറ്റ് ബ്യൂറോയാണ്, PB ആണ്. ആ PBയുടെ സെക്രട്ടറിയാണ് സഖാവ് MA ബേബിയാണ്. അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് കണക്ട് ചെയ്യുന്ന സമയത്ത് നിസ്സഹായനാണ്. ഈ കാര്യത്തിൽ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. CPIയുടെ ദേശീയ നേതൃത്വം MA ബേബിയെ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന സമയത്തും MA ബേബി പോലും നിസ്സഹായനാണ്. എന്തുകൊണ്ടാണ്? ഈ പാർട്ടിയെ ഒരു മുഖ്യമന്ത്രി, ഒരു മനുഷ്യൻ, ഒരു വ്യക്തിയിലേക്ക്, ആശയങ്ങൾക്കപ്പുറത്തേക്ക് പിണറായി വിജയൻ എന്ന ഒറ്റപ്പേരിലേക്ക് ചുരുങ്ങുകയും ആ പിണറായി വിജയൻ്റെ താല്പര്യങ്ങൾക്ക് ബലിയാടുകളായിട്ട് ഈ പാർട്ടിയും ഇതിൻ്റെ ആളുകളും മാറുകയും ചെയ്യുമ്പോൾ അവർക്ക് പോലും ഇതിൽ രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് മാറി എന്നത് നമ്മൾ കാണാതിരുന്നു പോകരുത്. ഇത് ഒപ്പുവെച്ച സമയത്ത് ആദ്യം ആഘോഷിച്ചതും സന്തോഷിച്ചതും ആരാണ്? RSS ആണ്. BJPയുടെ വിദ്യാർത്ഥി സംഘടനയായ ABVP ആണ്. SFI എന്ന് പറയുന്ന സംഘടന ക്യാമ്പസുകളിൽ വർഗീയതക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞ് അതിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന SFI ഉൾപ്പെടെ ഈ വിദ്യാഭ്യാസ നയം ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ആദ്യ തുടക്കമെന്നോണം PM ശ്രീ സൈൻ ചെയ്ത സമയത്ത് നിസ്സഹായരായിട്ട് ഒന്നും പറയാൻ കഴിയാതെ, പ്രതികരിക്കാൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥ ഈ കേരളം കഴിഞ്ഞ ദിവസം. അതിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? RSSും നാഗ്പൂരിൽ നിന്ന് RSSൻ്റെ ആസ്ഥാനത്ത് നിന്ന് എന്താണോ പറയുന്നത്, ആ പറയുന്നത് പ്രവർത്തിക്കാൻ രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷയും തയ്യാറാകുന്ന സമയത്ത് അവരുടെ വാക്ക് കേട്ട് അവർ പറയുന്നത് മാത്രം കേൾക്കുന്ന ആളായിട്ട് രാജ്യത്തെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മാറിയിട്ടുണ്ട് എങ്കിൽ ആ പിണറായി വിജയനെ തിരുത്താൻ മതേതര കേരളവും ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹവും തയ്യാറാവണം എന്ന ഓർമ്മപ്പെടുത്തൽ MSF എപ്പോഴും നടത്തേണ്ടതുണ്ട്.
CPIയുടെ രാജ്യസഭാ മെമ്പറുണ്ട് പി സന്തോഷ്. ആ പി സന്തോഷ് പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗോളി തന്നെ സെൽഫ് ഗോൾ അടിച്ചാൽ എന്തു ചെയ്യുമെന്നാണ്. അവിടെയും നിസ്സഹായതയാണ്. അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇത് സൈൻ ചെയ്ത ഉടനെ ABVP വിദ്യാഭ്യാസ വകുപ്പിനെ അഭിനന്ദിച്ചു രംഗത്തെത്തി. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നിലപാടിനെതിരെ ആ ഗവൺമെൻറ്റിയുടെ ഭാഗമായ CPIയുടെ വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയും ഇന്ന് തെരുവിലാണ്, സമരത്തിലാണ്. ഈ യാഥാർത്ഥ്യത്തെ, ഈ നഗ്നമായ ചിത്രത്തെ പ്രിയപ്പെട്ട MSFകാരെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇങ്ങനെയുള്ള ചർച്ചകളിലൂടെ നമുക്ക് കാണാൻ, മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്യന്തം അപകടകരമായ, അത്യന്തം പ്രയാസകരമായ ഈ രാജ്യത്തിൻ്റെ വൈവിധ്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന പുതിയ തലമുറയിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയോട് കോംപ്രമൈസ് ഇല്ല എന്ന് പറഞ്ഞ് അതിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് സ്ട്രോങ് ആയിട്ടെടുത്ത് ഇതിനെതിരെ ശക്തയുക്തം നഖശികാന്തം ഞങ്ങൾ തെരുവിലും കലാലയത്തിലും എതിരിടുമെന്നും കലഹിക്കുമെന്നും പ്രതിജ്ഞയെടുത്തുകൊണ്ട് നമ്മുടേതായ ജനാധിപത്യ മാർഗത്തിലൂടെയുള്ള വിയോജിപ്പിൻ്റെ, കലഹത്തിൻ്റെ, ഭരണകൂടത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലൂടെ നടത്തി വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇതിൻ്റെ പൊരുത്തക്കേടുകളും ഇതിൻ്റെ ഒരു സൈഡ് മാത്രം പ്രായോഗികമായിട്ട് ഇതിൻ്റെ ഭവിഷ്യത്തുകളെ ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ വോയിസ് ഇത്തരം ഗ്രൂപ്പുകളിലൂടെ ഇങ്ങനെ അയക്കുമ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ടെന്ന ബോധ്യത്തിൽ തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഒഴിവ് സമയം കണ്ടെത്തി സാവധാനം, തിരക്ക് ഇല്ലാതെ ഈ വോയിസുകൾ മുഴുവൻ കേൾക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പ്രാഥമിക ഘട്ടം എന്ന ആദ്യപടി എന്നോണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾ ഈ വിഷയത്തിൽ ഇത് പോലും മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഇതിൽ പോലും ഇത് നിർത്താതെ കണ്ടിന്യൂഷൻ ഉണ്ടായിട്ട് ഇതിൻ്റെ തുടർച്ചയെന്നോണം റിസേർച്ച് നടത്തി വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് ആദ്യമേ സൂചിപ്പിച്ച് ഇതിൻ്റെ ഒരു പ്രാഥമിക സ്റ്റെപ്പ് എന്ന നിലക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.